നമസ്കാരം. വീണ്ടും ഒരു അക്കാദമിക വർഷത്തിന് തുടക്കമാവുകയാണ്. 2 മാസത്തെ വേനൽ അവധിക്കാലം കഴിഞ്ഞ് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് തിരികെ എത്തുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം? പുതിയ വിദ്യാലയ അന്തരീക്ഷവുമായി ഇണങ്ങിച്ചേരുന്നതിന് കുട്ടികൾക്ക് ഓരോരുത്തർക്കും വേണ്ടിവരുന്ന സമയത്തിൽ വ്യത്യാസമുണ്ട്. ഈ പുതിയ സ്കൂൾ അന്തരീക്ഷവുമായി കുട്ടികൾ നന്നായി ഇണങ്ങിച്ചേരുന്നുണ്ടോ എന്നറിയാൻ എന്തെല്ലാം ചെയ്യണം? എല്ലാ ദിവസവും കുട്ടികളുടെ അനുഭവങ്ങൾ ചോദിച്ചറിയുക. മാത്രമല്ല, സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷം കുട്ടിയുടെ സ്വഭാവശീലങ്ങളിലും പെരുമാറ്റ രീതിയിലും മുൻപ് ഇല്ലാത്ത വിധത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നന്നായി നിരീക്ഷിക്കുക. പുതിയ വിദ്യാലയ അന്തരീക്ഷവുമായി ഇണങ്ങിച്ചേരുന്നതിൽ കുട്ടിക്ക് നന്നായി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് അധ്യാപകരുമായി നന്നായി ആശയവിനിമയം ചെയ്യുക. പുതിയ ക്ലാസ് മുറി, പുതിയ അധ്യാപകർ, പുതിയ സുഹൃത്തുക്കൾ എല്ലാം ചേരുന്ന പുതിയ ബന്ധങ്ങളുമായി പൊരുത്തപ്പെടാൻ ചില കുട്ടികൾക്ക് കുറച്ചേറെ സമയമെടുത്തെന്ന് വരാം. എന്നാൽ ഇതിനാവശ്യമായ സാവകാശങ്ങൾ അനുവദിക്കുന്നതിന് പകരം ചില രക്ഷിതാക്കളെങ്കിലും കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ അതോറിറ്റികളുടെ സമീപത്ത് ഒരു വക്കാലത്തുമായി എത്താറുണ്ട്. എന്താണെന്നല്ലേ, എൻ്റെ മകൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മകളുടെ സുഹൃത്തുക്കളൊക്കെ വേറെ ക്ലാസ്സിലായി പോയി, ആ ക്ലാസ്സിലേക്ക് എൻ്റെ കുട്ടിയെ ഉടനെ മാറ്റിത്തരണം എന്ന് പറഞ്ഞുകൊണ്ട്. യഥാർത്ഥത്തിൽ സ്കൂളിൽ കുട്ടികളെ വിവിധ ഡിവിഷനുകളായി ഷഫിൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം പലതരത്തിലുള്ള കുട്ടികളുമായി ഇടകലർന്ന് വളരാനുള്ള സാഹചര്യം കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ പല വിധത്തിലുള്ള കുട്ടികളുമായി ഇടകലരുന്നത് വഴി അവരുടെ വ്യക്തിത്വ വികാസത്തെ തന്നെയാണ് ക്ലാസ് റൂം ഷഫിളിങ്ങിലൂടെ വിദ്യാലയങ്ങൾ ഉദ്ദേശിക്കുന്നത്. അധ്യാപകരെ കുറിച്ചോ മറ്റു കുട്ടികളെ കുറിച്ചോ കുട്ടികൾ വീട്ടിൽ വന്ന് പറയുന്ന കാര്യങ്ങളിൽ കുട്ടികളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വളരെ പ്രതികൂലമായി നെഗറ്റീവായ രീതിയിൽ പ്രതികരിക്കുന്ന സമീപനം രക്ഷിതാക്കൾ ഒഴിവാക്കുക. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനായി വിദ്യാലയങ്ങളിൽ എത്തുമ്പോൾ രക്ഷിതാക്കൾ മുൻവിധിയോടുകൂടിയുള്ള സംസാരങ്ങളും പ്രതികരണങ്ങളും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾ ഉന്നയിക്കുന്ന ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ഒരു നല്ല തിരിച്ചറിവ് ഉണ്ടാവുന്നതിന് വിദ്യാലയ അന്തരീക്ഷത്തിൽ വന്ന് അധ്യാപകരുമായി നല്ല ആശയവിനിമയം ചെയ്യുന്നത് രക്ഷിതാക്കളെ ഉറപ്പായും സഹായിക്കും. എന്നാൽ ഇതിന് പകരമായിട്ടുള്ളൊരു പ്രതികരണമാണ് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് പൂർണ്ണമായും കുട്ടികളെ ന്യായീകരിച്ചുകൊണ്ട് ഉണ്ടാവുന്നതെങ്കിൽ അത് വളരെ നെഗറ്റീവായി കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ തന്നെയാണ് ബാധിക്കുന്നത്. പിന്നീട് ആ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി ഏറെ പണിപ്പെടേണ്ടി വരുന്നതും രക്ഷിതാക്കൾ തന്നെയാണ്. ഈ അക്കാദമിക വർഷവും എല്ലാ കുഞ്ഞുങ്ങൾക്കും രക്ഷിതാക്കൾക്കും മികച്ച ഒരു അക്കാദമിക വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു.